നമസ്കാരം, ഞാൻ ഡോക്ടർ സുനി. ഇന്ന് നമുക്ക് ഒരു ഔഷധസസ്യത്തെ കുറിച്ചിട്ട് നോക്കാം. അത് വാദംകൊല്ലിയാണ്. വാദംകൊല്ലി നമ്മൾ നോർമലി എല്ലായിടത്തും പല പേരുകളിലാണ് പറയാറ്, അല്ലെ? ഉടിച്ചുകുത്തി എന്ന് പേരുണ്ട്, സംസ്കൃതത്തിലാണെങ്കിൽ അതിനെ വാദഗ്നി എന്നും പറയാറുണ്ട്. ഇത് അക്കാഡേസിയ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ജസ്റ്റിഷയ്ക്ക് ഒരു സയന്റിഫിക് നെയിമും ഉണ്ട്. ഇതിന്റെ ഇല നല്ല പച്ച നിറമായിരിക്കും. തണ്ടാണെങ്കിൽ ഒരു ഡാർക്ക് വയലറ്റ് കളറായിരിക്കും ഇതിന്റെ ഇല. സാധാരണയായി നമ്മുടെ പറമ്പുകളിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ഔഷധ സസ്യമാണ്. ഏതാണ്ടൊരു 1 to 2 മീറ്റർ വരെ മാക്സിമം ഇതിന്റെ ഹൈറ്റ് പോവുള്ളൂ. ഇത് കൂട്ടമായിട്ട് പറമ്പുകളിൽ ഉണ്ടാവാറുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ പറമ്പുകളിൽ ഒരു വീട്ടിൽ എന്തായാലും ഒരു വാദംകൊല്ലി ഒക്കെ ഉണ്ടാവും. ഒടിച്ചുകുത്തി എന്നാണ് സാധാരണ എല്ലാവരും പറയാറ്. കാരണം ഇതിന്റെ തണ്ട് ഒടിച്ച് കുത്തിയിട്ടാണ് ഇത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നത്. വീടുകളിൽ ചട്ടിയിലോ ഗ്രോ ബാഗിലോ അതല്ല നമ്മുടെ പുറത്ത് തോട്ടത്തിലോ ഒക്കെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കിയതെന്ന് അറിയോ? ഇത് നല്ലൊരു അനാൽജസിക് ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. അതായത് ഇതിന്റെ പേര് പറഞ്ഞു വാദംകൊല്ലി എന്നാണെന്ന് പറഞ്ഞു, അല്ലെ? അത് എല്ലാവിധ സന്ധിരോഗം, മദ്യവാദമായാലും ശരി, അമവാദമായാലും ശരി, രക്തവാദമായാലും ശരി, എല്ലാവിധ വാദരോഗങ്ങളും ഇതിന് പ്രധാന പങ്കുണ്ട്. ഇതിന്റെ ഇലയ്ക്കാണ് ഏറ്റവും പ്രധാനമായുള്ള ഗുണം പറയുകയാണെങ്കിൽ. ഇത് വെള്ളം തിളപ്പിക്കുമ്പോൾ, കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ ഇതിന്റെ ഇല കൂടിയിട്ട് തിളപ്പിക്കാറുണ്ട്. അപ്പോൾ നല്ല ഒരു അനാൽജസിക് ആക്ടിവിറ്റിയും ആന്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഒക്കെ ഉള്ള കാരണം നമുക്കത് കൂടുതലായിട്ട് സന്ധികളിലെ വേദനകളും മസിൽ പെയിനും ഒക്കെ മാറുന്നതിന് ഇത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ ഇത് പ്രസവിച്ച സ്ത്രീകളിൽ നമ്മൾ വെള്ളം കുളിപ്പിക്കാറുണ്ടല്ലോ ചൂടുവെള്ളത്തിൽ, അതിൽ വേത്തുകുളി എന്നല്ലേ പറയുന്നത്. ആ വേത്തിന് ഇതിൽ വാദങ്ങളുടെ ഇല കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. ഇപ്രകാരം വാദരോഗങ്ങളിലും അതല്ല നമുക്ക് മേലുവേദന അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് പാരലൈസ് കണ്ടീഷൻസ് അല്ലെങ്കിൽ അതിഥം പോലുള്ള കണ്ടീഷനിലൊക്കെ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ആയുർവേദത്തിൽ കിഴികളുണ്ട്. ഇലക്കിഴി പ്രധാനമാണ്, അല്ലേ? ഈ ഇലക്കിഴികളിൽ ഒരു പ്രധാന ഇലയായിട്ട് നമുക്ക് വാദംകൊല്ലിനെ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പം തലവേദന അതുപോലുള്ള അസുഖങ്ങൾ വരുവാണെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇല ജസ്റ്റ് നല്ലപോലെ റബ്ബ് ചെയ്ത് നെറ്റിമേലൊന്ന് ഒട്ടിച്ച് വെച്ച് നോക്കിയാൽ പരിധി വരെ അതിൻ്റെ വേദന ശമനം ഉണ്ടാവാറുണ്ട്. ഈ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവേദന ഉണ്ടാവാറുണ്ട്, അല്ലേ? ഈ ആർത്തവേദനയ്ക്ക് ഇതിൻ്റെ ഇല ഒന്ന് തിളപ്പിച്ച് കഷായം വെച്ച് അത് ശർക്കര ചേർത്തോ അതല്ലെങ്കിൽ തേൻ ചേർത്തോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്രകാരം ഇത് എല്ലാവിധ വാതരോഗങ്ങളിലും വളരെ നല്ല ഒരു മരുന്നാണ്. ഇത് കൂടാതെ ഇത് ആസ്മ പോലുള്ള അസുഖങ്ങളിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വളരെ വേഗം നമുക്ക് ഒരു ഫലം തരുന്ന ഒരു മരുന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ പിടിക്കുകയും ചെയ്യും, വീടുകളിലൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അവനവൻ്റെ വീടുകളിൽ ഒരു വാദംകൊല്ലി തണ്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന്